ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലക്ഷദ്വീപിൽ പോയപ്പോൾ കഴിച്ച കുറച്ച് വെറൈറ്റി ഫുഡിനെ പറ്റി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾക്ക് ബോട്ടിൽ വെച്ച് തന്ന ഒരു കട്ടനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കട്ടൻ ചായയാണ്. ഇതിന് നല്ല റോസിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ തേയിലയുടെ കൂട്ടത്തിൽ റോസ് പെറ്റൽസ് കൂടി ഇട്ടതാണോ എന്ന് തോന്നുന്നു. നല്ല റോസിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു ആ കട്ടൻ ചായക്ക്. ഇത് ഞങ്ങൾ അതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഒരു ചായക്കടയിൽ ചെന്നപ്പോൾ അവിടുന്ന് കഴിച്ചതാണേ. ഈ റെഡ് കളറിൽ കാണുന്നത് മോമോസാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ മോമോസ് നമ്മൾ സാധാരണ കിട്ടുന്നത് പോലത്തെ അല്ല, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചൂര കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കിട്ടുന്ന ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രെഡ് ഓംലേറ്റും വേറൊരു ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതും അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പോൾ അവിടുത്തെ കിട്ടുന്ന ഇങ്ങനത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്, റേറ്റും കുറവായിരുന്നു കേട്ടോ. പിന്നെ ഒരു ദിവസം നമുക്ക് രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ സാമ്പാറിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, അവിടെ കിട്ടുന്ന ഐറ്റം അല്ലേ, അതാണ്. ഇത് വേറൊരു ദിവസത്തെ ലഞ്ചാണേ. ഇത് തേങ്ങാ ചോറാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു ചോറാണ്. അത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ട് മീൻകറി എപ്പോഴും ഉണ്ടാകും. മീൻകറി നമ്മൾ വെക്കുന്നത് പോലെയൊന്നും അല്ല, വേറെ രീതിയിലാണ് അവർ വെക്കുന്നത്. ഇത് ലഗൂണ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്നൊരു ഫിഷാണ് കേട്ടോ. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു ഫിഷാണ്. ടേസ്റ്റ് കുഴപ്പമില്ല. പിന്നെ ചൂര ഫ്രൈയും ഉണ്ടായിരുന്നു. പിന്നെ ദാൽ കറിയും പപ്പടവും മെയിനായിട്ടും ഉണ്ടായിരിക്കും. എല്ലാ ഫുഡിൻ്റെയും കൂടെ പപ്പടം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു ദിവസം നമുക്ക് തന്ന ഒരു ഫുഡ് ഐറ്റമാണ് കിലാഞ്ചി. ഇത് ഇവിടുത്തെ മാത്രം സ്പെഷ്യലാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേങ്ങാപ്പാലും ഒരു പത്തിരി പോലെ ഇത് ചെയ്തെടുത്ത ഒരു സാധനത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. താഴെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടുത്തെ ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു, ഇതിൽ പുറത്തിങ്ങനെ തേങ്ങാപ്പാൽ പഴം നുറുക്കിയതും ഒക്കെ ചേർത്തിങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്നൊരു രീതിയിൽ സോക്ക് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് നമ്മൾ ചില്ലി ചിക്കനൊക്കെ വയ്ക്കുന്നത് പോലെ ചൂര കൊണ്ടൊരു ചില്ലി മീൻ കറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഐറ്റം ആയിരുന്നു. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നീട് ഒരിക്കൽ നമുക്ക് ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇട്ട് എന്തെന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ചൂര മീൻ കൊണ്ടുള്ള ഒരു ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്